കപ്പൽ കയറി വരുന്ന ജനങ്ങളെ കയ്യിലുള്ളത് തോക്കല്ല, AK-47 അല്ല, സ്കഡ് മിസൈൽ അല്ല, ബോംബല്ല. പാവപ്പെട്ട ഫലസ്തീനിന്റെ മക്കള് അവിടെ അറുകൊല ചെയ്യപ്പെടുകയാണ്. 50,000-ൽ പരം വരുന്ന പാവപ്പെട്ട നിരപരാധികളായ ജനങ്ങള് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് ചോദിക്കാൻ ഒരാളില്ല, ഉപരോധം ഏർപ്പെടുത്താൻ ഒരു ശക്തിയുമില്ല. അത് 10,000-ഓളം വരുന്ന കുട്ടികള്, മനുഷ്യര് ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ പട്ടിണി കിടന്നിട്ട് അവിടെ പെടഞ്ഞു മരിക്കുകയാണ്. ഒരിത്തിരി അരിധാന്യത്തിന് വേണ്ടി, ഒരിത്തിരി കഞ്ഞിവെള്ളത്തിന് വേണ്ടി, ഒരിത്തിരി റാഗി മുദ്ദക്ക് വേണ്ടി, ഒരിത്തിരി പച്ചക്കടലക്ക് വേണ്ടി ആ മക്കൾ അങ്ങനെ കിലോമീറ്റർ പറക്കം പായുകയാണ്. ഫ്ലൈറ്റിൽ നിന്ന് വലിച്ചെറിയുന്ന അപ്പകഷ്ണങ്ങള്, ബ്രെഡുകള് ആ കുട്ടികൾ ആർത്തിയോടെ പാഞ്ഞു പിടിക്കുന്നു, പിറക്കി തിന്നുന്നു. അവിടെ അവർ കഷ്ടപ്പെടുന്നു, അവർ അവിടെ വിഷമിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇന്ന് പാവപ്പെട്ട ഫലസ്തീനിന്റെ മക്കളെ സഹായിക്കാൻ 50-ഓളം വരുന്ന കപ്പലും അതുപോലെ തന്നെ ബോട്ടുകളും തോണികളുമായി ബ്രിട്ടന്റെ, അതുപോലെ ഫ്രാൻസിന്റെ, തുർക്കിയുടെ, അങ്ങനെ ഒരുപാട് രാഷ്ട്രങ്ങളിൽ നിന്നിട്ടുള്ള ഭക്ഷണങ്ങളുമായി, മരുന്നുകളുമായി, ഔഷധകൂട്ടങ്ങളുമായി അതാ ഫലസ്തീനിലേക്ക് കടൽ മാർഗത്തിലൂടെ ആ പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാൻ, ആ പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ അവിടെ 10-30-ലേറെ 50-ഓളം കപ്പലുകളിലായി ഭക്ഷണ പദാർത്ഥങ്ങളുമായി, അരിപഞ്ചസാരകളുമായിട്ട് പോകുമ്പോ അവരെ പോലും കടലിൽ വെച്ചിട്ട് ഇസ്രായേലി ജൂതന്മാർ, ആ കാപാലികന്മാർ, ആ നരരാക്ഷസന്മാർ തടഞ്ഞു കളഞ്ഞു. ഫലസ്തീനിലേക്ക് കയറാൻ അവരെ പോലും അനുവദിച്ചില്ലോ. കപ്പൽ കയറി വരുന്ന ജനങ്ങളെ കയ്യിലുള്ളത് തോക്കല്ല, AK-47 അല്ല, സ്കഡ് മിസൈൽ അല്ല, ബോംബല്ല. ഇത്തിരി പോലെ പിഞ്ചു പൈതങ്ങൾ പട്ടിണി കിടന്നിട്ട് അവിടെ വിടപെടക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ള അരിഭക്ഷണമാണ്, പഞ്ചസാരയാണ്, മൈദപ്പൊടിയാണ്. അതുപോലും ആ മക്കൾക്ക് തടയപ്പെടുന്നുണ്ടെങ്കിൽ ഇതെന്തൊരു ലോകമാ? ഇത് ചോദിക്കാൻ ഇവിടെയാളില്ല, ഇതിനെതിരെ ശബ്ദിക്കാൻ ഇവിടെയാളില്ല, ഇതിനെതിരെ വിരലനക്കാൻ ഒരു ശക്തികളുമില്ല, അറബി ശൈഖന്മാരില്ല. അവർ അവിടെ ഒട്ടകത്തെ ഇടിയോട് ചുട്ടിട്ട് മന്തിയാക്കി തിന്നുകയാണ്. ചോദിക്കാൻ ഒരാൾക്കും പറ്റിയില്ല. ഈമാന് കുറഞ്ഞു പോയ കാലമാ. എല്ലാവരും നിങ്ങളെ വളയുമെന്ന്, എല്ലാവരും നിങ്ങളെ പിടിക്കുമെന്ന് കാലേ കൂട്ടി പറഞ്ഞു മുസ്തഫ റസൂലുള്ളാഹ്. ഇങ്ങനെയുള്ള ലോകം ഇനി കണ്ടെങ്കെന്തേ, കണ്ടില്ലെങ്കെന്തേ? അല്ലാഹു ആ സാധു ജനങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഫലസ്തീനിന്റെ മക്കൾക്ക് അല്ലാഹു സഹായം നൽകട്ടെ. ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ.